കുമിൾ എന്ന ഫംഗസ് വർഗം വിളകളിൽ മാരകമായ രോഗം പടർത്തുന്നു. ഇവയെ നശിപ്പിക്കാൻ ചിലവില്ലാ പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കാവുന്ന 2 കുമിൾനാശിനികളെ നമ്മൾക്ക് പരിചയപ്പെടാം. പുളിപ്പിച്ച മോര്. ചേരുവകൾ: 5 ദിവസം പുളിപ്പിച്ച മോര് 1 ലിറ്റർ, വെള്ളം 5 ലിറ്റർ. ഉണ്ടാക്കേണ്ട വിധം: 5 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ പുളിപ്പിച്ച മോര് ചേർക്കുക. ശേഷം നന്നായി ഇളക്കുക. ഒരു ഏക്കറിന് 200 ലിറ്റർ എന്ന അളവിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. രണ്ടാമതായി, ചിലവില്ലാ പ്രകൃതി കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കുമിൾനാശിനിയാണ് ശുണ്ഠി അസ്ത്ര. ശുണ്ഠി എന്നാൽ ഇഞ്ചി എന്നാണ് അർത്ഥം. ശുണ്ഠി അസ്ത്ര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. ശുണ്ഠി അസ്ത്ര. ആവശ്യമായ വസ്തുക്കൾ: നാടൻ പശുവിൻ്റെ പാൽ 2 ലിറ്റർ, ചുക്കുപൊടി 5 ഗ്രാം, വെള്ളം 2 ലിറ്റർ. ഉണ്ടാക്കേണ്ട വിധം: 200 ഗ്രാം ചുക്കുപൊടി 2 ലിറ്റർ നാടൻ പശുവിൻ്റെ പാലിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം അത് 2 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നന്നായി ഇളക്കുക. ശുണ്ഠി അസ്ത്ര തയ്യാറായി. പ്രയോഗരീതി: 1 ഏക്കറിന് 2 ലിറ്റർ എന്ന അളവിൽ അസുഖം ബാധിച്ച ഇലകളിലും തണ്ടുകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ്. നമസ്കാരം. കൃഷിയിടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് കീടങ്ങളുടെ ആക്രമണം. ഇതുമൂലം വിളവ് കുറയുകയും കർഷകർക്ക് ഒരുപാട് നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രശ്നം കുറയ്ക്കാനായി മിക്കപ്പോഴും രാസകീടനാശിനികളെയാണ് കർഷകർ ആശ്രയിക്കാറുള്ളത്. ഇതുമൂലം ധാരാളം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർക്ക് ഇതൊരു അധിക ചെലവായി മാറുകയും ചെയ്യുന്നു. ഇതൊഴിവാക്കാനായി നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ലഭ്യമായ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി സൗഹാർദ്ദമായ ജൈവ കീടനാശിനികൾ ഒരു ചെലവുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അത്തരത്തിൽ പ്രകൃതി കൃഷിയിൽ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന 3 കീടനാശിനികളാണ് അഗ്നിയസ്ത്ര, ബ്രഹ്മാസ്ത്ര, നീമാസ്ത്ര എന്നിവ. ആദ്യം അഗ്നിയസ്ത്ര തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ആവശ്യമായ വസ്തുക്കൾ: ഗോമൂത്രം 2 ലിറ്റർ, ആര്യവേപ്പില 1 കിലോഗ്രാം, പുകയില 200 ഗ്രാം, പച്ചമുളക് 100 ഗ്രാം, വെളുത്തുള്ളി 100 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: ആര്യവേപ്പില, പുകയില, പച്ചമുളക് എന്നിവ നന്നായി അരച്ച ശേഷം ഗോമൂത്രത്തിൽ ചേർക്കുക. ശേഷം ഈ മിശ്രിതം പകുതി അളവ് ആകുന്നതുവരെ നന്നായി തിളപ്പിച്ച് വറ്റിക്കുക. 24 മണിക്കൂറുകൾക്ക് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായി അരിച്ച് കുപ്പിയിലാക്കി 6 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാം. പ്രയോഗരീതി: 1 ഏക്കറിന് 2 ലിറ്റർ അഗ്നിയസ്ത്ര 100 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്.
അടുത്തതായി ചിലവില്ലാ പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കാവുന്ന ജൈവ കീടനാശിനിയാണ് ബ്രഹ്മാസ്ത്ര. ആവശ്യമായ വസ്തുക്കൾ: ഗോമൂത്രം 2 ലിറ്റർ, ആര്യവേപ്പില 500 ഗ്രാം, പേരയില 200 ഗ്രാം, സീതപ്പഴത്തിൻ്റെ ഇല 200 ഗ്രാം, പപ്പായയുടെ ഇല 200 ഗ്രാം, മാതളത്തിൻ്റെ ഇല 200 ഗ്രാം. ഉണ്ടാക്കുന്ന വിധം: 500 ഗ്രാം ആര്യവേപ്പിൻ്റെ ഇല, 200 ഗ്രാം പേരയില, 200 ഗ്രാം സീതപ്പഴത്തിൻ്റെ ഇല, 200 ഗ്രാം പപ്പായ ഇല, 200 ഗ്രാം മാതള ഇല എന്നിവ അരച്ച് ഗോമൂത്രത്തിലേക്ക് ചേർത്ത് പകുതി അളവാകുന്നതുവരെ തിളപ്പിക്കുക. ഈ മിശ്രിതം 24 മണിക്കൂറുകൾക്ക് ശേഷം അരിച്ചെടുത്ത് 6 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. 100 ലിറ്റർ വെള്ളത്തിൽ 2 ലിറ്റർ ബ്രഹ്മാസ്ത്ര എന്ന തോതിൽ നേർപ്പിച്ച് ഉപയോഗിക്കാം. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, തണ്ടുതുരപ്പൻ, കായ്തുരപ്പൻ എന്നീ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ചിലവില്ലാ പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കാവുന്ന ജൈവ കീടനാശിനിയാണ് നീമാസ്ത്ര. ആവശ്യമായ ചേരുവകൾ: 1 ലിറ്റർ ഗോമൂത്രം, 1 കിലോഗ്രാം ചാണകം, 1 കിലോഗ്രാം ആര്യവേപ്പില. ഉണ്ടാക്കുന്ന വിധം: 1 ലിറ്റർ ഗോമൂത്രത്തിൽ 1 കിലോഗ്രാം ചാണകവും 1 കിലോഗ്രാം ആര്യവേപ്പിലയും എന്നിവ ചേർത്ത് ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. 24 മണിക്കൂർ വച്ചതിനു ശേഷം അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ലിറ്റർ നീമാസ്ത്ര 20 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്.